എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ ഫോട്ടോയിൽ കാണുന്ന 3 പേരെ കണ്ടോ? ഹന്തിമല്ലപ്പ എന്ന മല്ലേഷ്, സായ്, ശരണപ്പ, ഇതാണ് ഇവരുടെ പേരുകൾ. എല്ലാവരും 20കളിൽ അവരുടെ 20s തന്നെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരാണ്. പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നരാധമന്മാരെന്ന് വിളിക്കേണ്ടി വരും. നരാധമൻ മാത്രമല്ല, നമ്മളുടെ രാജ്യത്തെ നാണം കെടുത്താൻ പോകുന്ന നികൃഷ്ട ജന്മങ്ങളെന്ന് ഈ 3 പേരെ വിളിക്കേണ്ടി വരും. ഈ 3 പേർക്കും കർണാടകയിലെ ഗംഗാവതി കോടതി വധശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ഒരേ കോർട്ടിൽ ഒരേ കേസിൽ ഒരേ ദിവസം 3 പേർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഡൽഹി നിർഭയ കേസ് പോലുള്ള സംഭവങ്ങൾ മാത്രമേ ഈ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുമിച്ച് വധശിക്ഷ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈവൻ വധശിക്ഷയുടെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഉദാഹരണം നോക്കുവാണെങ്കിൽ കഷായം ഗ്രീഷ്മയുടെ കേസ്, അത് അപൂർവങ്ങളിൽ അത്യപൂർവമായത് എന്തുകൊണ്ടാണെന്ന് അറിയാവൂ? ഒരാളെ വിഷം കൊടുത്ത് കൊല്ലുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമല്ല. പക്ഷേ ആ ഒരു ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ്റെ മെഡിക്കൽ കണ്ടീഷൻ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീണ്ടും പറയാൻ വയ്യ. ആ ഒരു ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ചോര വരാൻ ബാക്കിയൊന്നും ഇല്ലായിരുന്നു എല്ലാ ഭാഗത്തും കൂടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദ്രവിച്ച് ഭയങ്കര ആ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ടോർച്ചർ അനുഭവിച്ചത് എങ്ങനെയായിരിക്കും, അതുപോലെയായിരുന്നു ആ ഒരു ഷാരൂണിൻ്റെ അവസ്ഥ. എന്തായാലും അതുകൊണ്ട് തന്നെ 3 പേർക്കൊക്കെ ഒരുമിച്ച് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് അപൂർവങ്ങൾ അത്യപൂർവമായിരിക്കണം അല്ലേ, അത്രത്തോളം ക്രൂരത ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയുള്ള നരാധമന്മാരാണ് ഈ 3 പേര്. സായ്, ശരണപ്പ, മല്ലേഷ് അല്ലേ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്നുള്ളതാണ്. മാത്രമല്ല ഹംപി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതാണ്. ആനന്ദം എന്ന സിനിമയിലൂടെ നമ്മൾ മലയാളികൾക്ക് അത്രത്തോളം സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണല്ലേ. ഇവർ ചെയ്ത കുറ്റകൃത്യം എന്താണെന്നറിയാമോ? നമ്മളുടെ രാജ്യം കാണാനെത്തിയ ഒരു ടൂറിസ്റ്റർ. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ കർണാടകയിലെ ജനങ്ങൾ വലിയ ആഘോഷത്തിലാണ്. കാരണം അവർക്ക് അറിയാം നീതി ലഭിച്ചു, വധശിക്ഷയാണ് കൊടുത്തിരിക്കുന്നതല്ല, അതിൽ പല ശിക്ഷ നമ്മുടെ രാജ്യത്ത് വേറെ ഇല്ല, ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അതോടൊപ്പം തന്നെ കർണാടകയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ജനങ്ങളും അമേരിക്കയിലെ ജനങ്ങളും ഒക്കെ ഈ ഒരു കേസ് ആഘോഷിക്കുകയാണ്. അതായത് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഈ ന്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ രാജ്യത്തെ അത്രത്തോളം നാണം കെടുത്തിയ സംഭവങ്ങൾ തന്നെയായിരുന്നു. ഈ 3 പേര് നമ്മളുടെ രാജ്യത്തെ നാണം കെടുത്തിയവരാണ്. എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഇരയായിട്ടുള്ളവരുടെ കാര്യം ഓർത്ത് അത്രത്തോളം സങ്കടമുണ്ട്. കാരണം എന്തൊക്കെ ആഗ്രഹങ്ങളോടെ നമ്മുടെ രാജ്യം കാണാനെത്തിയ വിദേശ ടൂറിസ്റ്റർ അവരൊക്കെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത് നടന്നത് എവിടെയാണ്? നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ, നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ ഒരു 10-15 മിനിറ്റിൽ അറിയണമെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഈ സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ഈ ചാനൽ എപ്പോഴും നിങ്ങളെ ഇൻഫോംഡ് ആക്കി വെക്കാൻ വേണ്ടിയുള്ളതാണല്ലേ. പക്ഷേ അത് വെറും ന്യൂസും സ്റ്റോറീസും മാത്രമല്ല. ഞാൻ പേഴ്സണലി റിയലൈസ് ചെയ്തൊരു കാര്യം എന്തെന്നാൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ സ്കില്ലുകളിലൊന്നാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. നമ്മൾ മലയാളികൾ പക്കാ സ്മാർട്ടാണ്. ഏത് ടെക്നിക്കൽ സ്കില്ല് നമ്മൾ വേഗത്തിൽ പഠിക്കും. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ നമ്മളിൽ പലരും സ്ട്രഗിൾ ചെയ്യാറുണ്ടല്ലേ. അത് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശരിയായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കേ. മൈ മാനേജർ ഗിവ് മീ നോ ഹൈക്ക് ദിസ് ടൈം, മീ ഹൗ ആസ്ക് ഹിം. My manager did not give me a hike this time. How should I ask him about it? നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ് ഇതാണ്. ആരും ജഡ്ജ് ചെയ്യുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ എനിക്ക് എപ്പോഴും വേണമെങ്കിലും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലേസ്. അതും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഭാഷയായിട്ടുള്ള മലയാളത്തിന്റെ സപ്പോർട്ടും ഇവിടെ ലഭ്യമാണ്. ഇതാണ് സൂപ്പർനോവ AI. ഒരുപക്ഷെ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പല ആപ്സും പല ആഡുകളും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ. ചിലത് ട്രൈ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സ്പെസിഫിക്കലി പറയുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലേ. മോസ്റ്റ് കോഴ്സും ആപ്സും ഒന്നെങ്കിൽ ഷെഡ്യൂൾഡ് ക്ലാസ് ടൈമിംഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ ടീച്ചേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോസ് മാത്രം കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ കൺവീനിയൻസിന് മാച്ച് ചെയ്യണമെന്നില്ല. ഈവൻ നിങ്ങൾ ChatGPT അല്ലെങ്കിൽ ജെമിനി പോലുള്ള AI ചാറ്റ് ബോട്ട് ട്രൈ ചെയ്താലും സൂപ്പർനോവ AI നൽകുന്ന പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് അവിടെ ലഭിക്കില്ല. അതാണ് പേഴ്സണലി എന്നെ ഈ ആപ്പിൽ ഇൻട്രസ്റ്റഡ് ആക്കിയത്. ഈ എൻറ്റയർ കോഴ്സ് IIT ഗ്രാജുവേറ്റ്സും ലാംഗ്വേജ് എക്സ്പേർട്സും ചേർന്നാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ലെസണും ആക്ടിവിറ്റിയും നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവലും ലേണിംഗ് നീഡ്സും അനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് നൽകുന്നത്. കാരണം എൻ്റെ ലെവലും നിങ്ങളുടെ ലെവലും സെയിം ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ലേണിംഗും പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ജോബ് ഇന്റർവ്യൂസ്, ഓഫീസ് മീറ്റിംഗ്സ്, ക്ലയന്റ് പ്രസന്റേഷൻസ്, ഡെയിലി കോൺവെർസേഷൻസ്, ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തൗസൻഡ്സ് ഓഫ് റിയൽ ലൈഫ് സിനേറിയോസ് ഇവിടെ ലഭ്യമാണ്. ഡെയിലി വെറും 10 മുതൽ 15 മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫ്ലുവൻസിയിലും കോൺഫിഡൻസിലും റിയൽ ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്മാർട്ടായി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സൂപ്പർനോവ AI ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട്. സംഭവം ഒരു വിദേശ വനിതയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുക, മറ്റൊരു വിദേശ പൗരനെ കൊന്ന സംഭവമാണ്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പറയാറുണ്ട് കേരളത്തിലേക്ക് വാ, നിങ്ങൾ സേഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. മറ്റ്
സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ കേരളം നമ്പർ 1 തന്നെയാണ്. ഏതിലൊക്കെ? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക്, പോവർട്ടി റേറ്റ്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, അങ്ങനെ ആയുസ്, ഇതിലെല്ലാം നമ്മൾ ബെറ്ററാണ്. സിവിക് സെൻസ് ഏറ്റവും പ്രധാനമാണ്. സിവിക് സെൻസ് അല്ലേ? മറ്റ് ടൂറിസ്റ്റേഴ്സിനെ സ്കാം ചെയ്യുന്നതും ഒക്കെ കുറവാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കമ്പയർ ചെയ്ത് നമ്മളുടെ കേരളത്തിലേക്ക് വന്നൊക്കെ പറയുമ്പോൾ ഞാൻ ട്വിറ്ററിൽ എക്സിൽ കണ്ടൊരു കാര്യമാണ്. അതായത് 2018 മാർച്ച് മാസത്തിൽ തിരുവനന്തപുരത്തെ കോവളത്തിൽ, അതായത് സാക്ഷര കേരളത്തിൽ നടന്നൊരു സംഭവമുണ്ട്. അവിടെ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് 2 ലാറ്റ്വിയൻ വനിതകൾ, സഹോദരിമാരായിരുന്നു, അവർ വരികയാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു സ്ത്രീയെ കാണാതാകുകയാണ്. 37 ദിവസം പോലീസ് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച ശേഷമാണ് അവരുടെ മൃതദേഹം കിട്ടുന്നത്. അപ്പോൾ 37 ദിവസം എന്ന് പറയുമ്പോൾ അഴുകി ജീർണിച്ച നിലയിലാണല്ലോ. അങ്ങനെ പോലീസ് അന്വേഷിച്ചു, അതിന് കുറ്റക്കാരായവരെ പിടിച്ചു. എന്താ സംഭവം എന്നറിയാമോ? ഉമേഷ്, ഉദയൻ എന്നീ 2 പേര് ആ ഒരു വിദേശ വനിതയെ ടൂറിസ്റ്റ് ഗൈഡാണെന്നും പറഞ്ഞ് ചമന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി ലഹരി കൊടുത്ത് ക്രൂരമായിട്ട് ബ്രൂട്ടലി പീഡിപ്പിച്ച് കൊല ചെയ്യുകയായിരുന്നു. അപ്പോൾ കേരളത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നും പറഞ്ഞ് ഇട്ട കമൻറ്റിൻ്റെ അടിയിൽ ഈ സംഭവം മെൻഷൻ ചെയ്തു. ഇത് പല മലയാളികളും അറിയത്തില്ല, ചർച്ച ചെയ്യത്തില്ല. എന്തായാലും അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാവോ? ജീവപര്യന്തമായിരുന്നു, ഇരട്ട ജീവപര്യന്തം. അതുപോലെ തന്നെ മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ക്രൈം നടന്ന നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം നമ്മളൊരു കോമാളിയായിട്ട് മാറും. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്തായാലും കർണാടകയിലെ ഹംപിയിൽ നടന്നിട്ടുള്ള സംഭവത്തിലേക്ക് നമുക്ക് വരാം. അതിലേറ്റവും ഞാൻ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തെന്നാൽ, അതിൻ്റെ പോലീസ് കേസ് അന്വേഷണവും റിപ്പോർട്ട് സമർപ്പിക്കലും ജഡ്ജ്മെൻറ്റും ഒക്കെ വളരെ വേഗത്തിലായിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2025 മാർച്ച് 6-നാണ്. 84 ദിവസത്തിനുള്ളിൽ പോലീസ് കേസ് അന്വേഷിച്ച് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഏകദേശം 700-ന് മുകളിൽ പേജോളം ഉണ്ടായിരുന്നു ആ ഒരു കുറ്റപത്രത്തിൽ. 1 വർഷത്തിനുള്ളിൽ ജഡ്ജ്മെൻറ്റ് വരികയാണ്. എത്ര പെട്ടെന്നായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് സംഭവിക്കാനും കാരണം മറ്റൊന്നുമല്ല, പ്രഷറാണ്. എല്ലായിടത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഹംപി എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ്. ഒരുപാട് മലയാളികൾ അവിടെ പോയിട്ടുണ്ട്. ഈ ഹംപിയുടെ തൊട്ടടുത്ത് തന്നെയാണ് സനാപുരി എന്ന് പറയുന്ന ഒരു ലേക്ക്, ഒരു തടാകമുള്ളത്. ആ ഒരു സനാപുരി എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ. അത്രത്തോളം നിശബ്ദമായിട്ടുള്ള നല്ല വായുവുള്ള തെളിഞ്ഞ ആകാശമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർസ് ഒബ്സർവ് ചെയ്യാനായിട്ട്, ഈ രാത്രിയിൽ നക്ഷത്രങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരുപാട് പേരൊക്കെ വരുന്ന സ്ഥലമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല, ഒരുപാട് വിദേശികൾ വരാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഹംപി, ഈ സനാപുരി ലേക്കൊക്കെ, സനാപുരി ലേക്കിലാണെങ്കിൽ ഈ കൊട്ടവഞ്ചി റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കോവളത്ത് പോയാലും അല്ലെങ്കിൽ വർക്കലയിൽ പോയാലും, ഈവൻ ഞാൻ കാശ്മീരിൽ പോയപ്പോൾ ഞാനൊരു ഹോം സ്റ്റേയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു ബിസിനസ്സാണ് ഹോം സ്റ്റേ എന്നുള്ളത്. മാത്രമല്ല എല്ലാ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഹോം സ്റ്റേ എന്നുള്ളത്. ഇതിന് ചുറ്റും ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് 6-ാം തീയതി ആ ഒരു സമയത്ത് ഇവിടെ കുറച്ച് വിദേശി ടൂറിസ്റ്റേഴ്സ് എത്തുകയാണ്. ഒന്ന് ഇസ്രായേലിൽ നിന്നുള്ള ഒരു വനിതയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അമേരിക്കൻ സ്വദേശി ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ 2 ഇന്ത്യക്കാർ തന്നെ ഉണ്ടായിരുന്നു. ട്രാവൽ ചെയ്തപ്പോൾ പരിചയപ്പെട്ട് വരുന്നതാണ്. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഭാഗത്തു നിന്നുള്ള ഒരാളുമുണ്ട്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിയുണ്ട്. ഇവർ ഈ സനാപുരി തടാകത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് താമസിച്ചത്. മിക്ക ടൂറിസ്റ്റേഴ്സും, വിദേശി ടൂറിസ്റ്റേഴ്സൊക്കെ ഹോം സ്റ്റേ ആണ് എടുക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു ഗസ്റ്റിന്, അവിടുത്തെ ഹോസ്റ്റ് ഉണ്ടാകുമല്ലോ, അതായത് ഈ ഹോം സ്റ്റേ നടത്തുന്ന വ്യക്തി അത്രത്തോളം നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും. ഒരു ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ലല്ലേ. അതുകൊണ്ട് തന്നെ വിദേശി ടൂറിസ്റ്റേഴ്സൊക്കെ മിക്കപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹോം സ്റ്റേ ആണ്. അപ്പോൾ ആ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരു ലേഡിയാണ്, കർണാടകക്കാരിയായിട്ടുള്ള ഒരു ലേഡിയാണ് നടത്തുന്നത്. അങ്ങനെ രാത്രിയിൽ ഇവർ ഈ ലേക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നത് മൊത്തം 5 പേരാണ്. ഒന്ന് ഈ ഹോം സ്റ്റേ നടത്തുന്ന ലേഡി ഉണ്ടല്ലോ, കർണാടകയിലെ ലേഡിയുണ്ട്, പിന്നെ ഇസ്രായേലി വനിതയുണ്ട്, ഒരു അമേരിക്കൻ പൗരനുണ്ട്, 2 ഇന്ത്യക്കാരുണ്ട്. ഇവർ 5 പേരും കൂടിയാണ് രാത്രി ലേക്ക് കാണാനും നമ്മുടെ ആകാശമൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ടും അങ്ങോട്ട് പോകുന്നത്. അവരവിടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഈ 3 നരാധവന്മാരുണ്ടല്ലോ, സായി, ശരണപ്പ, മല്ലേഷ്, ഇവരടുത്തുള്ളൊരു ബാറിൽ നിന്ന് മദ്യപിച്ച് ലക്ക് കെട്ടി ഇങ്ങനെ വരികയാണ്. ഒരു ബൈക്കിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ ഇവർ ആ നാട്ടിലെ റൗഡികളാണ്. ഇപ്പോൾ പല നാടുകളിൽ പോയി കഴിഞ്ഞാലും ഈ ടൂറിസ്റ്റേഴ്സിനെ ഊറ്റി പൈസ മേടിക്കുന്ന, ഭീഷണിപ്പെടുത്തി അവരെ ഉപദ്രവിക്കുന്ന, സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാർ, ഇന്ത്യക്കാരെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിദേശികൾ തന്നെ അവരുടെ വീഡിയോ വെച്ച് നമ്മുടെ ഇന്ത്യ ആ ഒരു വ്യക്തികൾ കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെടാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ വിദേശി ടൂറിസ്റ്റേഴ്സിനെയൊക്കെ പറ്റിച്ച് പൈസയൊക്കെ മേടിച്ച് ഇങ്ങനെ നടക്കുന്നവരാണ്.
വന്നതാണ്. അവർ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടുകൊണ്ട് അവർ ഈ ലേക്കിനടുത്തേക്ക് വരികയാണ്. അപ്പോൾ ചുമ്മാ വന്നതാകാം, അല്ലെങ്കിൽ ഇവരെ ടാർഗറ്റ് ചെയ്ത് വന്നതാകാം. എന്തായാലും അവിടെ എത്തിയപ്പോൾ ഇവർ, അതായത് ഈ 3 നരാധമന്മാരുണ്ടല്ലോ, ഈ ഇസ്രായേലി വനിതയോടും അമേരിക്കൻ പൗരനോടും പൈസ ചോദിക്കുകയാണ്. ആദ്യം ഒരു 100 രൂപയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പൈസ തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഈ ഒഡീഷയിലുള്ള ആ ആളും മറ്റേ കർണാടകക്കാരനുമൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ പൈസ, അതിൻ്റെ കാര്യമൊന്നുമില്ല, അവർ ഇന്ത്യക്കാരാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു 100 രൂപയല്ലേ എന്ന് ഓർത്തിട്ട് ഈ ഇസ്രായേലി വനിത ഇവർക്ക് ഒരു 100 രൂപ കൊടുക്കുകയാണ്. ഒഴിവായി പോട്ടെ, ബഗ്ഗേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നതല്ലേ. പക്ഷേ അവർ ഒഴിവായി പോയില്ല, മറിച്ച് അവർ വീണ്ടും 1000 രൂപ ചോദിക്കുകയാണ്. 1000 രൂപ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വെറുതെ എന്തിനാണ് ഏതൊരു റൗഡികൾക്ക്, അതും മോശമായിട്ട് ലെക്ക് കെട്ട് ഇങ്ങനെ മദ്യപിച്ച് ഒരു കൾച്ചറും ഇല്ലാതെ പെരുമാറുന്നവർക്ക് വെറുതെ 1000 രൂപ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ 1000 രൂപ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അതായത് ഈ ഇന്ത്യക്കാരായിട്ടുള്ള 2 പേരുണ്ടല്ലോ, അപ്പോൾ അവർ പറഞ്ഞു നടക്കില്ല, പൊക്കോ വേറെ പണി നോക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ വാക്കുതർക്കമാകുകയാണ്. ആ വാക്കുതർക്കം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് വലിയൊരു കയ്യാങ്കളിയിലായിരുന്നു. കയ്യാങ്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഉന്തുന്നല്ലുമല്ല, മറിച്ച് ഈ തടാകത്തിനടുത്താണല്ലോ, അവിടെ ഒരുപാട് കല്ലുകൾ, ഉരുളം കല്ലുകൾ, മറ്റു പാറക്കല്ലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് തലക്കടിക്കുന്ന അമ്മാതിരി ക്രൂരമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഈ 2 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഹോം സ്റ്റേയുടെ ഉടമയാണ്, ഇസ്രായേലി വനിതയാണ്. ഇവരൊക്കെ പേടിച്ച് ഇതായിട്ട് നിൽക്കുകയാണ്. ഇവർ ചെയ്ത കാര്യം, ഈ 3 നരാധമന്മാർ ചെയ്ത കാര്യം എന്തെന്നാൽ, അവിടെ ഉണ്ടായിരുന്ന ഈ 3 ആണുങ്ങളുണ്ടല്ലോ, ഒരു അമേരിക്കക്കാരൻ 2 ഇന്ത്യക്കാരൻ, ഇവരെ ആ ഒരു സനാപുരി തടാകത്തിലേക്ക് തള്ളിയിടുകയാണ്. നല്ല ഒഴുക്കുള്ള തടാകമാണ്. അപ്പോൾ ഇവർ മുങ്ങിപ്പൊങ്ങിയൊക്കെ ചെയ്യുകയാണ്. അതിൽ 2 പേര് ഒരു വിധത്തിൽ സൈഡിൽ ഇങ്ങനെ പിടിച്ചൊക്കെ കിടക്കുകയാണ്. അവർക്ക് കുറച്ച് നീന്തൽ അറിയായിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ പൗരനുണ്ടല്ലോ, പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പുള്ളിയുടെ മൃതദേഹം അടുത്ത ദിവസം വേറൊരു ഊരിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഒഴുകിപ്പോകുമല്ലോ. അതായത് തള്ളിയിട്ട് കൊന്നു ഒരു അമേരിക്കൻ പൗരനെ. നമ്മളുമായിട്ട് അത്ര സൗഹൃദ രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലൊക്കെ അല്ലേ. അമേരിക്കൻ പൗരനെ ഇവർ ക്രൂരമായിട്ട് അടിച്ച് മർദ്ദിച്ച ശേഷം ഈ സനാപുരി തടാകത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ്. അപ്പോൾ 3 പേരും വെള്ളത്തിലാണ്, ഈ 2 സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഈ 2 സ്ത്രീകളെയും ഈ പൈശാചിക ജന്മങ്ങൾ ക്രൂരമായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുകയാണ്. ഒന്നാലോചിച്ച് നോക്കണേ, അവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഇന്ത്യ ഇഷ്ടപ്പെട്ട്, നമ്മളുടെ രാജ്യത്തിന് ഇഷ്ടപ്പെട്ട് നമ്മളുടെ നാട് കാണാൻ വന്നവരാണ്. അവരോടാണ് ഈ നരാധമന്മാർ ഈ ഒരു അനീതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേസ് റിപ്പോർട്ട്, അതിൻ്റെ ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ഈ 2 സ്ത്രീകളെയും, ആ ഹോം സ്റ്റേ നടത്തുന്ന പാവയുവതിയെയും ഇസ്രായേലിൽ നിന്നും വന്ന വനിതയും ഇവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുകയാണ്. ഒരാളെ തള്ളിയിട്ട് കൊന്നു, ബാക്കിയുള്ളവർ മരിക്കേണ്ടതായിരുന്നു. അവർക്ക് കുറച്ച് നീന്തലൊക്കെ അറിയാവുന്നതുകൊണ്ട് പാറയിലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഈ ഒച്ചയമ്പഹളം കേട്ട് നാട്ടുകാരൊക്കെ അങ്ങോട്ട് വരികയാണ്. നാട്ടുകാരായിരുന്നു ബാക്കി 2 തടാകത്തിൽ പോയിട്ടുള്ള ചെറുപ്പക്കാരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആളുകളൊക്കെ അങ്ങോട്ട് എത്തിത്തുടങ്ങുന്ന വേണ്ടി ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. രക്ഷപ്പെടുമ്പോൾ ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയാവോ, ഈ സ്ത്രീകളുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ ഉണ്ടല്ലോ, ഈ പൈസയും ഏകദേശം 8500 രൂപ ഉണ്ടായിരുന്നു. പൈസയും അവരുടെ മൊബൈൽ ഫോണും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവിടെ പോലും ഒരു വിദേശ ടൂറിസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ വിദേശം മാത്രമല്ല നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും ഉണ്ടല്ലോ അല്ലേ, അതായത് ഒരു ടൂറിസ്റ്ററിന് രക്ഷയില്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഈ സംഭവം നടന്നതോടെ ഇത് രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. കാരണം ആക്രമിക്കപ്പെട്ടത് ആരാണ്? ഇസ്രായേലിലെയും അമേരിക്കയിലെയും വ്യക്തികളാണല്ലേ. അമേരിക്കൻ പൗരനെ കൊന്നു, ഇസ്രായേലി വനിതയെ ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചു. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. ഇസ്രായേൽ ആ സൗഹൃദത്തിൽ ഒരുപടി മുന്നിലാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് വെച്ച് ഇതുപോലെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം, നമ്മളുടെ കോൺസുലേറ്റ് ഇടപെടില്ലേ? ആ രാജ്യത്തുള്ള ഇന്ത്യൻ എംബസി ആയിരിക്കും ഇടപെടാൻ പോകുന്നതല്ലേ. അതുപോലെ തന്നെ ഇസ്രായേലി എംബസിയും അമേരിക്കൻ എംബസിയും ഇന്ത്യയിലുള്ള ഇവരുടെ ഓഫീസും അവിടുത്തെ കോൺസുലേറ്റ് ജനറലും ഒക്കെ ഇടപെടുകയാണ്. പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൽ നിന്ന് വരെ ഇതിന് പ്രഷർ വരികയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽ പ്രഷർ വരികയാണ്. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. ഇല്ലെങ്കിൽ നമുക്കറിയാം ഇതൊന്നും കാര്യമായിട്ട് എടുക്കില്ല. കർണാടക, ബാംഗ്ലൂർ പോലീസിനെയൊക്കെ എത്രത്തോളം മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലേ. അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു. ഏകദേശം 80-84 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക. എത്ര സ്പീഡായിട്ടാണ് ആ പ്രൊസീജിയർ നടന്നിട്ടുണ്ടായിരുന്നത്. ഗംഗാവതി കോടതിയിലായിരുന്നു ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. വിചാരണ സമയത്ത് ഏത് കുറ്റവാളിയാണെങ്കിലും ഒരു ഡിഫൻസ് പറയാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. അത് രാജ്യം, ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമാണല്ലേ. അപ്പോൾ ഇവർ ഡിഫൻസായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാവോ? ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്നവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ട്, ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടൊക്കെയാണ് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് ലോജിക്കാണുള്ളത്? സത്യം പറഞ്ഞാൽ സമ്മതിക്കണം അവർക്ക് വേണ്ടി ഹാജരായ വക്കീലിനെയൊക്കെ. ഇത് പറയാനാണോ നിങ്ങൾ പോയി ഹാജരായിട്ടുണ്ടായിരുന്നത്? ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആർക്ക് വേണ്ടി വാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പൊതുവെയുള്ളൊരു ധാരണയാണ്, ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റും വാദിക്കാൻ പാടില്ല. ഇപ്പോൾ ആളൂരിനെയൊക്കെ എല്ലാവരും ഒരുപാട് പേര് കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് സ്വമേധയാ അല്ലെങ്കിൽ ഒരു വക്കീൽ അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തില്ലെങ്കിൽ ഗവൺമെൻറ്, കോടതി തന്നെ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കും. ഇത് മനസ്സിലാക്കുക. അതായത് വക്കീലില്ലാതെ ഒരു വാദപ്രതിവാദം, ഒരു കേസിൻ്റെ വിചാരണ നടക്കില്ല. അവർക്ക് വേണ്ടി ഒരു വക്കാലത്ത് ഏറ്റെടുത്തില്ലെങ്കിൽ കോടതി അവർക്കൊരു വക്കീൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ പറയുന്നത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ?
അതുപോലും ഇല്ലാതെയാണ് അവിടെ ഡിഫൻസ് കൗൺസിൽ ഇങ്ങനെ വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന രാജ്യത്തെ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ കൊടുക്കുകയാണ്. ഒരേ സെഷൻസ് കോടതിയിൽ 3 പേർക്ക് ഒരേ കേസിന് ഒരേ ജഡ്ജ്മെൻറ്റിൽ വധശിക്ഷ. ഇത് വളരെ അപൂർവമായ കാഴ്ചയായിരുന്നു. ഇതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത് ഡൽഹി നിർഭയ കേസിലായിരുന്നല്ലേ. അതും ഇതുപോലെ തന്നെ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ വളരെ ബ്രൂട്ടലി ഇങ്ങനെ ഉപദ്രവിച്ച് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയാണ്, കൊല്ലുകയാണ്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ഒരുപാട് അപ്പീലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി കർണാടക ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. സുപ്രീം കോടതി റിജക്റ്റ് ചെയ്താലും പ്രസിഡന്റിന്, അതായത് രാഷ്ട്രപതിക്ക് ഒരു മേഴ്സി പെറ്റീഷൻ കൊടുക്കാം. രാഷ്ട്രപതി നിരസിച്ചാലും വീണ്ടും ഒരു സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് നടപടികളുണ്ട്. ഇനി ഇതൊക്കെ റിജക്റ്റ് ചെയ്താലും, അതായത് വധശിക്ഷ ഫൈനലൈസ് ചെയ്താലും ഇന്ത്യയിൽ തൂക്കിലേറ്റുന്നവർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ഒരുപാട് പേര്, ഒരുപാട് 100 കണക്കിന് 500 കണക്കിന് പേര് ഇന്ത്യയിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നുണ്ട്. പക്ഷേ അവരെയൊന്നും തൂക്കിക്കൊല്ലുന്നില്ല. അവരൊക്കെ ഇങ്ങനെ ജീവിതകാലം കിടക്കത്തേ ഉള്ളൂ. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ തൂക്കിക്കൊല്ലാറുള്ളൂ. ഇപ്പോൾ അജ്മൽ കസബ്, യാക്കൂബ് മേമോൻ, അതുപോലെ തന്നെ ഈ ഡൽഹി നിർഭയ കേസിലെ പ്രതികൾ, ഇവരെയൊക്കെയാണ് ഈ റീസെൻ്റ്ലി തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടും ആ കഴുത്ത് കുരുക്കിൽ വീണ് ഇവർ ഞെരിഞ്ഞ് മരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ ആലോചിക്കുന്നത്, ആ ടൂറിസ്റ്ററിന് വന്നിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അതായത് മറ്റേയാൾ മരണപ്പെട്ടു പോയി, പക്ഷേ ഈ ലേഡി ജീവിതകാലം മൊത്തം ഈ ട്രോമ അനുഭവിച്ച് ജീവിക്കണ്ടേ. ഇന്ത്യ കാണാമെന്നാണ്, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു, അതും സൗത്ത് ഇന്ത്യ. നമ്മളെപ്പോഴും പറയാനായിട്ട് സൗത്ത് ഇന്ത്യ ബെറ്റർ, അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ഞാൻ വന്നു. എനിക്ക് നേരിട്ടത് ഈ അനുഭവമാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം മറക്കണ്ട, നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ലാറ്റ്വിയൻ വനിത, അവരെ ഇതുപോലെ തന്നെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കേരളം ഈ കാര്യത്തിൽ ബെറ്റർ ആണെന്നും പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് സോഷ്യൽ മീഡിയ വന്ന ആൾക്കാർ ഈ കമൻറ്റ് ഇട്ട് നമ്മളെ കൂടെ നാട്ടിക്കും. അതുകൊണ്ട് ചെയ്യാതിരിക്കുക. എന്തായാലും ഇതുപോലുള്ള വിധി പ്രസ്താവനകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല ഈ ന്യൂസ് കാണേണ്ടത്. ഈ ന്യൂസ് എത്തേണ്ടത് ആരിലേക്കാണെന്നറിയാമോ? കുറച്ച് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള, അതായത് നാളെ ഞാനും ഇങ്ങനെ ചെയ്താൽ എനിക്കും കിട്ടാൻ പോകുന്ന തൂക്കുകയറാണെന്നുള്ളൊരു ചിന്ത അവർക്ക് വേണം, ഒരു പേടി വേണം. ഒരു സത്യം പറഞ്ഞോട്ടെ, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഒട്ടും തന്നെ പോരാ. അത് പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വല്ലപ്പോഴുമാണ് ഇതുപോലുള്ള വിധി പ്രസ്താവനകൾ വരുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കൂ, ജീവപര്യന്തം തടവ് കൊടുത്ത വ്യക്തികൾ പരോളിലിറങ്ങി സുഖിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞാൻ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഒരുപാട് കേസുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്നെ ഏറ്റവും ഞെട്ടിച്ച കേസ് ആ ചെന്താമര കേസാണ്. നെന്മാറ നടന്നിട്ടുള്ള സംഭവമായിരുന്നല്ലേ. ചെന്താമര എന്ന് പറയുന്നൊരു ക്രിമിനൽ ആദ്യം ഒരു വീട്ടിലെ 2 പേരെ കൊല്ലുകയാണ്, കൊന്നു. ഓക്കെ, പ്രത്യക്ഷത്തിലുള്ള തെളിവുകളും എല്ലാം ഉണ്ട്. അയാളെ കുറ്റം സമ്മതിച്ചു. അയാളെ ജാമ്യത്തിൽ കോടതി വിടുകയാണ്. അയാൾ എന്ത് ചെയ്തു? ജാമ്യത്തിലിറങ്ങി അതേ വീട്ടിലെ ആ ഭർത്താവിൻ്റെ ഭാര്യയെ വീണ്ടും കൊല്ലുകയാണ്. അതായത് ഭർത്താവിൻ്റെ അമ്മയായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം 2 പേരെ കൊന്നു. എനിക്ക് തോന്നുന്നു അമ്മയും ഈ ഭർത്താവിൻ്റെ അമ്മയാന്ന് തോന്നുന്നു. പിന്നീട് ഇയാളെ കൊന്നു. എന്തോ 3 പേരെ കൊന്നിട്ടുണ്ട്. ആദ്യം 2 പേരെ കൊന്നു, പിന്നീട് ഒരാളെ കൊന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കി, 2 പേരെ കൊന്നിട്ട് ജയിലിൽ പോയ ഒരാൾ ജാമ്യത്തിൽ വരികയാണ്. അതേ വീട്ടിലെ 3ാമത്തെ ഒരാളെ കൊല്ലുകയാണ്. ആ മാതാപിതാക്കളുടെ മക്കളൊക്കെ അനാഥരായി, വീട്ടിലാരുമില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഇലന്തൂർ നരബലി ആരും മറന്നിട്ടുണ്ടാകത്തില്ലല്ലേ. അതിൻ്റെ അകത്തെ മുഖ്യ ആസൂത്രകൻ ആരായിരുന്നു? മുഹമ്മദ് ഷാഫി ആയിരുന്നു. ഒരു സിദ്ധൻ്റെ വേഷം ധരിച്ച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന അയാളാണല്ലേ. അയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി കെട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തിനാണെന്നറിയാവോ? ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധയെ ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക മാത്രമല്ല, ബ്ലേഡ് വെച്ച് അവരുടെ എല്ലായിടത്തും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലുമൊക്കെ വരയുന്ന ഒരു പിശാച്. അത്രത്തോളം ഇങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി കലർന്നൊരു വ്യക്തിയാണ്. അല്ല ജസ്റ്റ് ഒരു റേപ്പ് മാത്രമായിരുന്നില്ല, ബ്ലേഡ് വെച്ച് മേത്ത് മൊത്തം വരഞ്ഞ് നാട്ടുകാർ കയ്യോടെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരുത്തൻ വീണ്ടും ജാമ്യത്തിൽ വന്നിറങ്ങിയിട്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൈമിൽ, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇന്ന് കൊടും ക്രിമിനലുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുമല്ലോ നിയമത്തെ പേടി വേണമെന്നല്ലേ. അപ്പോൾ ഇവർക്ക് നിയമത്തെ എന്നല്ല, ഇവർക്ക് സ്വന്തം അമ്മയാണെന്ന് പോലും തിരിച്ചറിയാതെ അമ്മയെ ക്രൂരമായിട്ട് കൊല്ലുന്നവരില്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം നവജിത്ത് നടരാജൻ്റെ കേസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അമ്മയെ അച്ഛനെ ബ്രൂട്ടലി വെട്ടി 36 വെട്ടായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ അച്ഛൻ മരിക്കുകയാണ്, അമ്മയുടെ മുഖമൊക്കെ പോയി ഒരു വിരലറ്റ് പോയി കിടന്ന് അവർ കരയുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഫാൻ കേസ് 5 പേരെയാണ് തീർക്കുന്നത്, ആ സ്വന്തം അനിയനെ അടക്കം തീർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് സമൂഹത്തുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും ചെയ്യും. അവരുടെ മനസ്സൊക്കെ പലപ്പോഴും മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാതെ അവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നവരാണ്. അവരാണോ മറ്റൊരു വ്യക്തിയെ വീണ്ടും ആക്രമിക്കാത്തത്? നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പക്കാ ക്രിമിനൽസിനെ ജാമ്യം എന്നുള്ള പേരിൽ വീണ്ടും പുറത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവരടുത്തവരെ വീണ്ടും കൊന്നിട്ട് പോകും. വീണ്ടും നിങ്ങൾ ജാമ്യത്തിൽ വിടുമോ? ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ഗുണ്ടകളെയും
അല്ലെങ്കിൽ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകൗണ്ടർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊന്നും നമ്മളെന്തായാലും ചെയ്യാറില്ല. ഞാനത് അങ്ങനെ പറയുന്നുമില്ല, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെ പുറത്ത് വിടാൻ പറ്റില്ല, സമൂഹത്തിലേക്ക് ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല. അത്രയും പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിൽ. എന്തോരം ഗുണ്ടാക്രമങ്ങളാണ് കാണുന്നത്. എൻ്റെ അടുത്തുള്ളൊരു ബാറുണ്ടായിരുന്നു, അവിടെ ഒരുത്തൻ വടിവാളൊക്കെ വെച്ചിട്ട് മൊത്തം അടിച്ച് പൊളിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്തലയുള്ള ബാറാണ്, സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വധശിക്ഷ എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസിന് മാത്രമേ വിധിക്കാറുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു കേസ് തന്നെയാണ്. ആ 2 സ്ത്രീകളെയും ക്രൂരമായിട്ട് ബ്രൂട്ടലി പീഡിപ്പിച്ചു, 3 പേരെയും വധശ്രമം നടത്തി, അതിലൊരാളെ കൊന്നു. കാരണം തള്ളിയിടുന്ന വധശ്രമം തന്നെയാണ്. അവരും മരണത്തിന് ഒരുപക്ഷെ കീഴടങ്ങിയേനെ, അവർക്ക് നീന്താൻ അറിയത്തില്ലായിരുന്നെങ്കിലല്ലേ. അതിൽ നമ്മുടെ നാട് കാണാൻ വന്ന അമേരിക്കൻ പൗരനാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കേവലം ഏതെങ്കിലും ക്രൈം മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നാണം കെടുത്തിയ സംഭവം കൂടെയാണ്. ഇനി ഇതുപോലുള്ളൊരു കേസ് നമ്മുടെ റീസെൻ്റ്ലി നടന്നായിരുന്നു അല്ലേ, കഷായം ഗ്രീഷ്മ കേസ്. അത് ആ വീഡിയോയുടെ ജഡ്ജ്മെൻറ്റ് ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ സംഭവം അപൂർവങ്ങളിൽ അത്യപൂർവമായതെന്നുള്ളത്. വിഷം കൊടുത്ത ഒരാളെ കൊല്ലുന്ന ഒരിക്കലും അപൂർവങ്ങളിൽ അത്യപൂർവമല്ല. അത് ഒരുപാട് നടക്കുന്നതെന്നാണല്ലേ. അവർക്ക് ജീവപര്യന്തമോ മരണം വരെയുള്ള തടവോ അങ്ങനെ ഇങ്ങനെ പലതും വിധിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഷാരോൻ്റെ മെഡിക്കൽ കണ്ടീഷനായിരുന്നു. ആ റിപ്പോർട്ട് വായിക്കണം. ആ പയ്യൻ അനുഭവിച്ചുണ്ടല്ലോ, അതായത് കഷായം കുടിച്ച ശേഷം മരണം വരെയുള്ള ദിവസങ്ങളിൽ ആ പയ്യൻ അനുഭവിച്ചത് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രത്തോളം നരകയാതനയായിരുന്നു. ആ പയ്യൻ്റെ നവദ്വാരങ്ങളിലൂടെ ചോര പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ റിപ്പോർട്ടിൽ, ആ ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഊഹിക്കാമല്ലോ എന്താ സംഭവിച്ചത്. അകത്തെ അവയവങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന് ഒരുപാട് അപ്പുറത്തേക്കുള്ള വേദന. എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ദ്രവിക്കുന്ന അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ദ്രവിച്ച ആ ചോരയാണ് ഈ നവദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു ചെകുത്താൻ്റെ സന്തതിക്ക് വധശിക്ഷ നമ്മുടെ കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ എത്തേണ്ടത് ഇതുപോലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരിലേക്കാണ്. നിങ്ങളും ക്രൈം ചെയ്താലും നിങ്ങൾക്കും നാളെ കാത്തിരിക്കുന്ന തൂക്കുകയറ് തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ എഴുതുക. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മളും നാളെ ഇതുപോലുള്ള ക്രൈംസിന് ഇരയാകും. നിയമത്തെ പേടിയുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ക്രൈം ചെയ്യാതിരിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ MDMA പോലുള്ള ഡ്രഗ് ഇൻഫ്ലുവൻസ് നിയമത്തെ എന്നല്ല സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്മാർട്ടായി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. വെറും 9 രൂപയ്ക്ക് നിങ്ങൾക്ക് സൂപ്പർനോവയുടെ പ്രീമിയം ട്രയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 1000 പേർക്ക് മാത്രമുള്ള ഒരു പരിമിതകാല ഓഫറാണിത്. അതുകൊണ്ട് ഒട്ടും വൈകിപ്പിക്കേണ്ട, ഇപ്പോൾ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തോ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.